ആസ്ക് ആൻഡ് ആൻസറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രമേശൻ സൗദി അറേബ്യയിലെ ദമാമിലെ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. 2500 റിയാലാണ് അയാളുടെ ശമ്പളം. 500 റിയാലോളം അയാൾക്ക് അവിടെ ചിലവ് വരും. ബാക്കി 2000 റിയാൽ അയാൾ കൃത്യമായി നാട്ടിൽ അയച്ചു കൊടുക്കാറുണ്ട്. 2 വർഷത്തിലോ അല്ലെങ്കിൽ 2.5 വർഷത്തിലോ ഒരിക്കലാണ് അയാൾ നാട്ടിൽ വരുന്നത്. അയാൾക്ക് നാട്ടിൽ ഭാര്യയും 2 മക്കളുമുണ്ട്. അയാൾ അയച്ചു കൊടുത്ത ഈ പൈസയൊക്കെ ഉപയോഗിച്ച് അവർ നാട്ടിൽ 8 സെൻറ്റ് വസ്തുവും ഒരു വീടും വാങ്ങി. അതിനെ എല്ലാം കൂടി 25 ലക്ഷം രൂപയോളം വിലയായിട്ടുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ രമേശനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ആ സ്വത്തുക്കൾ ഭാര്യയുടെ പേരിലാണ് വാങ്ങിയത്. ഇപ്പോൾ അവരത് കൈവശപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നു. രമേശൻ പറയുന്നത് അയാളുടെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നാണ്. അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഈ വസ്തുക്കൾ അവർക്ക് കൈവശപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. കാരണം സ്വത്തൊരാളിൻ്റെ പേരിൽ എഴുതിയെന്ന് കരുതി, പാർട്ട്ണറുടെ പേരിൽ അല്ലെങ്കിൽ ഇണയുടെ പേരിൽ എഴുതിയെന്ന് കരുതി അവർക്ക് ആ സ്വത്ത് പൂർണ്ണമായും കൈവശപ്പെടുത്താൻ കഴിയില്ല. കാരണം അതിന് പണം അയച്ചു കൊടുത്തത് രമേശനാണ്. അതിന് തെളിവുകളുമുണ്ട്, ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ പണം ഉപയോഗിച്ചിട്ടാണ് ആ വസ്തു വാങ്ങിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ കഴിയില്ല. അവർക്ക് ഇനിയും ജീവനാംശം കിട്ടണം, അവർക്ക് ഡിവോഴ്സ് വേണം എന്നൊക്കെ പറയുന്ന രീതിയാണെങ്കിൽ അതിന് വേറെ നിയമ നടപടികളുണ്ട്. പക്ഷേ ആ സ്വത്ത് അവരുടെ പേരിലേക്ക് മാത്രമാക്കി മാറ്റാൻ പറ്റില്ല. ആ സ്വത്ത് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമാനമായി 1-ലധികം തവണ ഈ വിധി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളിൻ്റെ പേരിലായി പോയി എന്ന് കരുതി അതിനുവേണ്ടി പണം മുടക്കിയ ആളിനെ അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇത് നാട്ടിൽ പലയിടങ്ങളിലായി നടക്കുന്ന ഒരു പ്രശ്നമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പണം അയച്ചു കൊടുക്കുകയും ഭാര്യയുടെ ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് വാങ്ങുകയും ചെയ്താൽ അത് അവർ സ്വന്തമാക്കുന്ന രീതിയുണ്ട്. അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഇതിനെല്ലാം അറിയിക്കുകയാണ്. അതിന് നിയമപരമായ പരിരക്ഷ കിട്ടുന്നതാണ്. അത് നിശ്ചയമായും നിയമത്തിൻ്റെ വഴിയിലൂടെ പോയാൽ രമേശനെ പോലെയുള്ളവർക്ക് അത് തിരിച്ചു കിട്ടുന്നത് ആയിരിക്കും. നന്ദി.